KMIC, 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 KMIC News, 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 നാടിന്റെ ചലനങ്ങൾ കൺമുന്നിൽ കാണാം, വാർത്താവിശേഷത്തിൻ ചെപ്പു തുറക്കാം. KMIC News, KMIC News. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കേരള മലബാർ ഇസ്ലാമിക് ക്ലാസ് റൂം KMIC TV പ്രേക്ഷകർക്കും റേഡിയോ ശ്രോതാക്കൾക്കും KMIC ന്യൂസിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ജലീൽ മടവൂർ. പ്രധാന വാർത്തകൾ. കൂടത്തായിയിൽ നാസർ ഫൈസിയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയ KP കുഞ്ഞമ്മദ് ഇന്ന് KMIC ന്യൂസിൽ. ബീഹാർ ഫലത്തിനു പിന്നാലെ ഓഹരി വിപണിയിൽ വൻ തകർച്ച. ധനമന്ത്രി KM മാണിക്ക് ബാർ കോഴക്കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് ശക്തമായ തിരിച്ചടി. ഹൈക്കമാൻഡിൽ നിന്ന് സമ്മർദ്ദം. മാണിയുടെ രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെടും. നാളെ രാജി. നരേന്ദ്രമോദിക്ക് തന്ത്രമൊരുക്കിയ ആൾ ബീഹാറിൽ മഹാസഖ്യത്തിന്റെ വിജയശില്പി. ബീഹാറിൽ പൊളിഞ്ഞത് മോദി അമിത്ഷാ ദ്വന്ദ്വം. ബീഹാർ BJPയിൽ പൊട്ടിത്തെറി. മോദിയുടെ അഹങ്കാരത്തിന് തിരിച്ചടിയെന്നും നിതീഷ് രാഷ്ട്രീയ നായകനെന്നും ശിവസേന. വാർത്തകൾ വിശദമായി. ബാർ കോഴക്കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് ശക്തമായ തിരിച്ചടി നേരിട്ടതോടെ ധനമന്ത്രി KM മാണിയെ രാജിവെപ്പിക്കാൻ ശക്തമായ ആലോചന. മാണിയുടെ രാജി ആവശ്യപ്പെടാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് നിർദ്ദേശം നൽകിയതായാണ് വിവരം. ഇതനുസരിച്ച് മുഖ്യമന്ത്രി മാണിയുമായി സംസാരിച്ചു കഴിഞ്ഞു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൌസിൽ എത്തിച്ചേർന്നു. മുന്നണികളുമായി കൂടിയാലോചിച്ച ശേഷം തീരുമാനം മാധ്യമങ്ങളെ അറിയിക്കുമെന്ന് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. വിഷയം ചർച്ച ചെയ്യാൻ നാളെ രാവിലെ അടിയന്തര UDF യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. മുന്നണി നേതാക്കൾ പലരും സ്ഥലത്തില്ലാത്ത സാഹചര്യത്തിലാണ് യോഗം നാളത്തേക്ക് മാറ്റിയത്. ചെന്നൈയിൽ നിന്ന് മന്ത്രി രമേശ് ചെന്നിത്തല തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. KPCC പ്രസിഡന്റ് VM സുധീരൻ തിരുവനന്തപുരത്ത് എത്തിച്ചേരും. മാണിയുടെ രാജിക്കായി കേരള കോൺഗ്രസിലും സമ്മർദ്ദം ശക്തമായി കഴിഞ്ഞു. എല്ലാവരുമായും കൂടിയാലോചിച്ച ശേഷം കൂട്ടായ തീരുമാനമെടുക്കുമെന്ന് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. മുഖ്യമന്ത്രി ഉചിതമായ തീരുമാനമെടുക്കണമെന്ന് KPCC വൈസ് പ്രസിഡന്റും MLAയുമായ VD സതീശൻ പറഞ്ഞു. മാണിയെ ഇനിയും ചുമക്കാനാകില്ലെന്ന് അദ്ദേഹം തുറന്നടിച്ചു. അല്ലെങ്കിൽ നേതൃത്വത്തെ തിരുത്തേണ്ടി വരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോടതി വിധി എതിരാണെന്ന് വ്യക്തമായതോടെ മാണി കോട്ടയത്ത് നിന്ന് കൊച്ചിയിലേക്ക് തിരിച്ചിരിക്കുകയാണ്. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. മന്ത്രി KM മാണി രാജിവെക്കുമെന്ന വാർത്ത നിഷേധിക്കാതെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി KM മാണിയുടെ രാജി സംബന്ധിച്ച് നാളെ തീരുമാനമുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എല്ലാവരുമായി ആലോചിക്കുകയാണ്. KM മാണിയെ ഫോണിൽ വിളിച്ചു. മന്ത്രിമാരുമായും ചർച്ച നടത്തി. തീരുമാനമെടുത്താൽ മാധ്യമങ്ങളെ അറിയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. എല്ലാ നേതാക്കന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നേതാക്കന്മാര് ആരും തന്നെ തിരുവനന്തപുരത്ത് ഇന്നില്ല. പക്ഷേ ഞാന് കുറെ പേരുമായി ഫോണില് ബന്ധപ്പെട്ടു. ബാക്കിയുള്ളവരുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നാളെ എല്ലാവരും തിരുവനന്തപുരത്തുണ്ടാകും. നാളെ ഞങ്ങള് ചർച്ച ചെയ്ത് അതിനുശേഷം ഇതിനെക്കുറിച്ച് പ്രതികരിക്കാം. ഞാൻ പറഞ്ഞല്ലോ, നേതാക്കൾ ആരും ഇവിടെ ഇല്ല. നമുക്ക് പിന്നെ UDF ഒരു പാർട്ടികളെല്ലാം കൂടി ഉള്ളു. അപ്പൊ അതിന്റെ നേതാക്കന്മാരെല്ലാവരുമായിട്ട് ബന്ധപ്പെടണം. അപ്പം നേതാക്കന്മാരും ഇന്നില്ല. അവരെ ഫോണിൽ വിളിച്ചു. നാളെ എല്ലാവരും ഉണ്ടാകും. വന്നതിന് ശേഷം സംസാരിച്ച് എന്താ വേണ്ടെന്നുള്ള തീരുമാനം. ഇതൊരു തിരിച്ചടിയായി വിലയിരുത്തുന്നുണ്ടോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം പ്രതികരിച്ചില്ല. BJP സഖ്യത്തിന് ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടി നേരിട്ടതിനു പിന്നാലെ ഓഹരി വിപണിയിൽ വൻ തകർച്ച. സെൻസെക്സിൽ 600 പോയിന്റോളം ഇടിവുണ്ടായി. നിഫ്റ്റിയിലും ഇടിവ് നേരിട്ടു. ഡോളറിനെതിരെ രൂപയും മൂല്യത്തകർച്ച നേരിട്ടു. 73 പൈസയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത്. $1 66.50 രൂപ എന്ന മൂല്യത്തിലാണ് ഇപ്പോൾ വിനിമയം നടക്കുന്നത്. ബീഹാറിൽ BJPക്കുണ്ടായ തിരിച്ചടി സാമ്പത്തിക പരിഷ്കരണ നടപടികളെ പ്രതികൂലമായി ബാധിക്കുമെന്ന വിലയിരുത്തലിലാണ് വിപണികൾ തകർച്ച നേരിട്ടതെന്നാണ് വിലയിരുത്തൽ.
ബീഹാറിൽ പൊളിഞ്ഞത് മോദി അമിത്ഷാ ദ്വന്ദ്വം. ബീഹാറിൽ ബിജെപിയിൽ പൊട്ടിത്തെറി. മോദിയുടെ അഹങ്കാരത്തിന് തിരിച്ചടിയെന്നും നിതീഷ് രാഷ്ട്രീയ നായകനെന്നും ശിവസേന. വിശദമായ റിപ്പോർട്ടിലേക്ക്. വർഗീയ ധ്രുവീകരണത്തിന്റെ ഗുജറാത്ത് മോഡൽ ദേശീയ തലത്തിൽ വ്യാപിപ്പിക്കാൻ ബിജെപിക്കുള്ളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അധ്യക്ഷൻ അമിത്ഷായും ഏകപക്ഷീയമായി നടത്തുന്ന ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടിയായി ബീഹാറിലേത്. അധികാരത്തിലെത്തി 17 മാസങ്ങൾക്കുശേഷം ഹിന്ദി ഹൃദയഭൂമിയിൽ നേരിട്ട ഇത്രയും കടുത്ത പരാജയത്തെ മറികടക്കാനാവാതെ നരേന്ദ്രമോദിയും താങ്ങി നിർത്തുന്ന അമിത്ഷായും പാർട്ടിക്കുള്ളിലും പുറത്തും നന്നായി വിയർക്കേണ്ടി വരും. നരേന്ദ്രമോദിയുടെയും അമിത്ഷായുടെയും നേരിട്ടുള്ള ആസൂത്രണത്തിലാണ് ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. പട്നയിൽ തമ്പടിച്ചായിരുന്നു അമിത്ഷാ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ തെരുവിലിറക്കിയത്. ദേശീയ തലത്തിലോ പ്രാദേശിക തലത്തിലോ ഇരുവരുമല്ലാത്ത മറ്റൊരു നേതാവിനെയും പ്രചാരണ വേളയിൽ ബിജെപി ഉയർത്തിക്കാണിച്ചില്ല. പ്രാദേശിക നേതാവിനെ പോലെയായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രചാരണം. കൈവിട്ടുപോകുമെന്ന് തോന്നിയ ഘട്ടത്തിൽ പലപ്പോഴും മോഡിക്ക് നിയന്ത്രണം പോലും നഷ്ടമായി. നിലവാരം തകർന്ന പ്രസംഗം വരെ അദ്ദേഹത്തിന് നടത്തേണ്ടി വന്നു. മുസ്ലിം ഭീകരവാദ പ്രവർത്തനം ഇറക്കുമതി ചെയ്യുന്ന ഏജന്റുമാരാണ് ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും എന്നുപോലും മോഡി പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഭാഷ ഇങ്ങനെ തരം താഴരുതായിരുന്നുവെന്ന് ബീഹാറിലെ ഗ്രാമീണർ പോലും പരാതിപ്പെടുകയുണ്ടായി. ഹിന്ദു സമുദായത്തിന്റെ വോട്ടുകൾ ഏകീകരിക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയതും മോഡിയും ഷായും തന്നെയായിരുന്നു. അമിത്ഷായുടെ മാർഗനിർദ്ദേശത്തിൽ ബൂത്തുതല പ്രവർത്തനത്തിന് RSS വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വേണ്ടുവോളം പ്രവർത്തകരെ ഇറക്കിയിരുന്നു. മോഡിയുടെ അഹങ്കാരത്തിനേറ്റ തിരിച്ചടിയാണിതെന്നും നിതീഷ് രാഷ്ട്രീയ നായകനാണെന്നും പ്രഖ്യാപിച്ച് NDAയുടെ പ്രധാന ഘടകകക്ഷി ശിവസേന പരസ്യവെടി പൊട്ടിച്ചിട്ടുണ്ട്. KMIC ന്യൂസിനു വേണ്ടി കരീം ഏലംകുളം. മാഗി നൂഡിൽസ് ഇന്നു മുതൽ വീണ്ടും വിപണിയിലെത്തുമെന്ന് നെസ്ലെ. വിഷാംശം കണ്ടെത്തിയതിനെ തുടർന്ന് ചില സംസ്ഥാനങ്ങളിൽ മാഗിക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഇതോടെ നെസ്ലെ വിപണിയിൽ നിന്ന് മാഗി പിൻവലിക്കുകയായിരുന്നു. നിരോധനമേർപ്പെടുത്തിയ സംസ്ഥാനങ്ങളിൽ മാഗി ഇന്ന് വിപണിയിലെത്തില്ലെന്നും നെസ്ലെ അറിയിച്ചു. കഴിഞ്ഞ ജൂണിലാണ് ആരോഗ്യത്തിന് ഹാനികരമായ രീതിയിൽ രാസവസ്തുക്കൾ കലർന്നിട്ടുണ്ടെന്ന് കണ്ടെത്തി മിക്ക സംസ്ഥാനങ്ങളും മാഗിക്ക് നിരോധനം ഏർപ്പെടുത്തിയത്. ബീഹാറിൽ മഹാസഖ്യത്തെ ഉജ്ജ്വല വിജയത്തിലേക്ക് എത്തിച്ച പ്രചാരണ തന്ത്രങ്ങൾക്ക് പിന്നിൽ 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയെ പ്രധാനമന്ത്രി പദത്തിലെത്തിച്ച ബുദ്ധികേന്ദ്രം. ഐക്യരാഷ്ട്രസഭയിലെ മുൻ ഉദ്യോഗസ്ഥനായ പ്രശാന്ത് കിഷോറാണ് ആ തന്ത്രശാലി. മഹാസഖ്യത്തെ ഹൈടെക്കാക്കിയതും നിതീഷ് കുമാറിന്റെ പ്രചാരണത്തിന് രൂപരേഖ തയ്യാറാക്കിയതും പ്രശാന്തും സംഘവുമാണ്. 2011 ഐക്യരാഷ്ട്രസഭയിലെ ജോലി രാജിവെച്ചാണ് 35-കാരനായ പ്രശാന്ത് പബ്ലിക് റിലേഷൻ രംഗത്ത് എത്തുന്നത്. 2014 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മോദിയുടെ പ്രചാരണ തന്ത്രങ്ങൾക്ക് രൂപരേഖ തയ്യാറാക്കിയാണ് ഇദ്ദേഹം ശ്രദ്ധേയനാകുന്നത്. ചായ് പേ ചർച്ച, ബാൽ നരേന്ദ്ര, LCD സ്ക്രീൻ, മോദി ഗെയിംസ് തുടങ്ങിയ പുത്തൻ പ്രചാരണങ്ങൾക്ക് പിന്നിൽ പ്രശാന്തിന്റെ തലയായിരുന്നു. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം അമിത്ഷായുമായുള്ള തർക്കങ്ങളാണ് പ്രശാന്തിനെ മഹാസഖ്യത്തിന്റെ ക്യാമ്പിൽ എത്തിച്ചത്. നിതീഷിന്റെ പ്രചാരണ രൂപരേഖ തയ്യാറാക്കിയത് IIT ബിരുദക്കാരും MBAക്കാരും അടങ്ങുന്ന പ്രശാന്തിന്റെ സംഘമാണ്. തങ്ങളെ PR ഏജൻസി മാത്രമായി BJP പരിഗണിക്കുന്നു എന്ന വിമർശവുമായാണ് പ്രശാന്ത് അവരുമായുള്ള ബന്ധം വിട്ട് കഴിഞ്ഞ ജൂണിൽ മഹാസഖ്യത്തിന്റെ പ്രചാരണം ഏറ്റെടുത്തത്. പ്രശാന്ത് കിഷോറും സുഹൃത്തുക്കളും രൂപം നൽകിയ ഐപാക് എന്ന സംഘടന 5 മാസം മുമ്പാണ് ബീഹാർ ദൌത്യം ഏറ്റെടുത്തത്. നിതീഷിന്റെ വികസന പ്രവർത്തനങ്ങൾ ഗ്രാമാന്തരങ്ങളിൽ ഐപാക് എത്തിച്ചു. താഴേക്കിടയിലെ അടിയൊഴുക്കുകൾ, ജനസമ്മതിയുള്ള നേതാക്കൾ, BJP തന്ത്രങ്ങൾ എന്നിവയുടെ വിവരങ്ങൾ പാറ്റ്നയിലിരിക്കുന്ന മുഖ്യമന്ത്രിയുടെ അടുത്ത് കൃത്യമായി എത്തി. സാത് നിശ്ചയ് എന്ന പേരിൽ മഹാസഖ്യം പുറത്തിറക്കിയ ദർശനരേഖയുടെയും പിന്നിൽ ഐപാക് ആയിരുന്നു. ഗൾഫ് വാർത്തകൾ. UAE വിശേഷങ്ങൾ. 2015 ദുബായ് എയർ ഷോയ്ക്ക് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, അബുദാബി കിരീടാവകാശിയും UAE സായുധസേന ഉപമേധാവിയുമായ ജനറൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. കരയിലും കടലിലും ഒരുപോലെ സഞ്ചരിക്കാവുന്ന അത്യാധുനിക കാറുമായി ദുബായ് കസ്റ്റംസ് രംഗത്ത്. ജെയ്ടെക്സ് സാങ്കേതിക വാരത്തിൽ അവതരിപ്പിച്ച കാറാണ് ദുബായ് കസ്റ്റംസിനെ ശ്രദ്ധേയമാക്കിയിരിക്കുന്നത്. അമിത വില ഈടാക്കിയതുമായി ബന്ധപ്പെട്ട് റെസ്റ്റോറന്റ് ഉടമയ്ക്കെതിരെ സാമ്പത്തിക വികസന വകുപ്പ് നടപടി സ്വീകരിച്ചു. 3 പേർക്കുള്ള അത്താഴത്തിന് 6700 ദിർഹം ഈടാക്കിയ നടപടിക്കെതിരെ വകുപ്പിന് ലഭിച്ച പരാതിയിലാണ് മാതൃകാപരമായ നടപടി. ലോകത്തിലെ ഏറ്റവും വലിയ പെട്രോളിയം എക്സിബിഷനുകളിലൊന്നായ അബുദാബി ഇന്റർനാഷണൽ പെട്രോളിയം എക്സിബിഷൻ ആൻഡ് കോൺഫറൻസിന് ഇന്ന് തുടക്കമായി 12-ന് അവസാനിക്കുന്നതാണ്. കാർ പ്രേമികളിൽ ആവേശം നിറച്ച് ദുബായ് നഗരത്തിൽ കാറുകളുടെ സിറ്റി വാക്ക്.
ദുബായ് മോട്ടോർ ഫെസ്റ്റിവലിന്റെ ആഗമനം അറിയിക്കാനാണ് നൂറുകണക്കിന് അത്യാഡംബര ഫെറാറി സൂപ്പർ കാറുകൾ അണിനിരത്തി സിറ്റി വാക്ക് സംഘടിപ്പിച്ചത്. സാഹിത്യത്തിൽ കാൽപ്പനികത മോശം കാര്യമല്ലെന്ന് കഥാകൃത്ത് ടി പത്മനാഭൻ ഷാർജ അന്താരാഷ്ട്ര പുസ്തകമേളയിൽ കൃഷ്ണദാസ് എഴുതിയ ഇരുട്ടിൽ ഉറങ്ങാതിരിക്കുന്നു എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KMIC ന്യൂസ് ഡെസ്ക്, അബുദാബി. ഇടവേളയ്ക്കു ശേഷം വാർത്തകൾ തുടരും. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ, വ്യർത്ഥഭാവക്കടലുകൾ ചുമന്ന ചിത്തങ്ങൾക്കു ധർമ്മബോധമിട്ട താരങ്ങളെ, ചീർത്തിടും യുവത്വമിൽ സധൈര്യമുയർത്തെത്തിടാൻ കരുത്തു നൽകിടും തിങ്കളെ. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. Fighting for the nation, way of the tradition, struggling for salvation, we are against vice. കൂർത്ത സൂര്യരശ്മി തുല്യമാർത്തയാദിയഗ്നിയിൽ തളിർത്തു നിൽക്കും സൂനങ്ങളെ, കൂർത്ത കൈകളാല ധർമ്മ കൊത്തളങ്ങളിൽ ഇടിമുഴക്കമിട്ട നാദങ്ങളെ. നന്മ തൻ സുഗന്ധിയായി പടർന്നിടും സുഗന്ധമായി, തിന്മയോടെ എതിർത്തു ശാന്തി മന്ത്രമോതും ഗീതമായി, ശൂരിതർ സ്വഹാബത്തിന്റെ വീര്യമുള്ള ശക്തി നാം, ധീരതയ്ക്കു പേരു കേട്ട ഉമറിൻ ധീരമക്കൾ നാം, ശൂരിതരായി നിസ്വാർത്ഥരായി നബി വിരിച്ച പാതയിൽ ചരിത്തേ. വാർത്തകൾ തുടരുന്നു. സംഘടനാ വാർത്തകൾ. മുസ്ലിം ലീഗിനെതിരെ തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ചതിന് ഹമീദ് ഫൈസി അമ്പലക്കടവിനെതിരെ എടുത്ത ശിക്ഷാ നടപടിക്ക് ദിവസങ്ങളുടെ ആയുസ് മാത്രം. മലപ്പുറം ജില്ലാ പഞ്ചായത്തിലേക്ക് കരുവാരക്കുണ്ട് ഡിവിഷനിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച MSF സംസ്ഥാന പ്രസിഡന്റ് TP അഷ്റഫ് അലിക്കെതിരെ രംഗത്തിറങ്ങിയതിനാണ് ലീഗിന്റെ കടുത്ത സമ്മർദ്ദത്തെ തുടർന്ന് അമ്പലക്കടവിനെതിരെ നടപടിയെടുത്തത്. എന്നാൽ അമ്പലക്കടവ് ഉൾപ്പെടെയുള്ള ചേളാരി നേതാക്കൾ ശക്തമായി രംഗത്തിറങ്ങിയിട്ടും അഷ്റഫ് അലി വൻ ഭൂരിപക്ഷത്തിന് ജയിച്ചു കയറിയിരുന്നു. ഇതിലുള്ള ജാള്യത മറക്കാനാണ് വോട്ടെടുപ്പ് ഫലം വന്ന ഉടനെ തന്നെ അമ്പലക്കടവിനെതിരെയുള്ള തീരുമാനം പിൻവലിച്ചത്. നടപടിക്കെതിരെ സംഭവത്തിൽ പരസ്യപ്രസ്താവന നടത്തിയ ജില്ലാ പഞ്ചായത്ത് കരുവാരക്കുണ്ട് ഡിവിഷനിൽ നിന്നും വിജയിച്ച TP അഷ്റഫ് അലിയെ പ്രശ്നത്തിൽ വാണിംഗ് ചെയ്യാനും വിഘടിത വിഭാഗം ഇന്നലെ മലപ്പുറത്ത് ചേർന്ന യോഗം തീരുമാനിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് ഹൈദരലി തങ്ങളുടെയും ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാരുടെയും നിർദ്ദേശപ്രകാരമാണത്രേ തീരുമാനം. കുമ്പള മഞ്ചേശ്വരം സംയുക്ത ഖാദിയായി പ്രമുഖ പണ്ഡിതനും സമസ്ത വൈസ് പ്രസിഡന്റുമായ താജുശ്ശേരി M ആലിക്കുഞ്ഞു മുസ്ലിയാർ ശിറിയ സ്ഥാനമേറ്റു. സയ്യിദ് മുഹമ്മദ് ഉമറുൽ ഫാറൂഖ് അൽ ബുഖാരിയുടെ വിയോഗത്തെ തുടർന്ന് ഒഴിവ് വന്ന 23 മഹല്ലുകളുടെ ഖാദിയായാണ് ആലിക്കുഞ്ഞു മുസ്ലിയാർ സ്ഥാനമേറ്റത്. മഞ്ചേശ്വരം അൽഹറിൽ നടന്ന ബൈഅത്ത് സമ്മേളനത്തിൽ അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ തലപ്പാവണിയിച്ചു. ഉടുപ്പി ഖാദി ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി അധ്യക്ഷത വഹിച്ചു. SSF മലപ്പുറം ജില്ലാ കമ്മിറ്റി നടത്തുന്ന വാഗശരം 2015 നാളെ രാവിലെ 9 മണിക്ക് വാദിസലാം ഓഡിറ്റോറിയത്തിൽ നടക്കും. ന്യൂ ജനറേഷൻ തിരുത്തെഴുതുന്നു എന്ന ശീർഷകത്തിൽ നവംബർ 21 മലപ്പുറത്ത് വെച്ച് നടക്കുന്ന ക്യാമ്പസ് ഹയർ സെക്കൻഡറി കോൺഫറൻസിന്റെ ഭാഗമായാണ് വാഗശരം നടക്കുന്നത്. ഡിസ്ട്രിക്ട് മോറൽ ആക്ടിവേഷൻ ക്ലബ്ബ് ഡിമാക് അംഗങ്ങൾ, ഡിവിഷൻ ക്യാമ്പസ് സമിതി അംഗങ്ങൾ, ഡിവിഷൻ ഹയർ സെക്കൻഡറി സമിതി അംഗങ്ങൾ, തെരുവ് ചർച്ചയിലെ പ്രാസംഗികർ എന്നിവരാണ് വാഗശരത്തിൽ പങ്കെടുക്കുക. വാഗശരം 2015 ഉദ്ഘാടനം SSF സംസ്ഥാന ഹയർ സെക്കൻഡറി കൺവീനർ CK ഷക്കീർ നിർവഹിക്കും. ജില്ലാ സെക്രട്ടറി CK മുഹമ്മദ് ഫാറൂഖ് വിഷയാവതരണം നടത്തും. SSF ജില്ലാ പ്രസിഡന്റ് M ദുൽഫക്കാർ അലി സഖാഫി, SSF ജില്ലാ ജനറൽ സെക്രട്ടറി M അബ്ദുറഹ്മാൻ, സിറാജ് മലപ്പുറം ബ്യൂറോ ചീഫ് ജലീൽ കല്ലങ്ങൽപ്പടി, മീഡിയ കൺവീനർ സുഹൈൽ സിദ്ദീഖി എന്നിവർ പങ്കെടുക്കും. ഇനി KMIC ന്യൂസ് ഗസ്റ്റ് ഡെസ്ക്. കൂടത്തായിൽ നാസർ ഫൈസിയുടെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിയ KP കുഞ്ഞമ്മദാണ് ഇന്നത്തെ അതിഥി. KMIC ന്യൂസിലേക്ക് സ്വാഗതം. ഓമശ്ശേരി പഞ്ചായത്തിലെ 1ാം വാർഡായ കൂടത്തായിൽ ലീഗിന്റെ വളരെ വലിയ ശക്തി കേന്ദ്രമായ ഒരു നാടാണ് കൂടത്തായി.
കൂടത്തായി പ്രദേശം. അവിടെ താങ്കൾ വൻ ഭൂരിപക്ഷത്തോടു കൂടി വിജയിച്ചിരിക്കുകയാണ്. എന്തു തോന്നുന്നു ഈ വിജയത്തെക്കുറിച്ച്? ഈ വിജയത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നത് മുസ്ലിം ലീഗ് പാർട്ടിയും അതോടൊപ്പം മുസ്ലിം ലീഗ് പാർട്ടിയിൽ എക്കാലത്തും തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത്, പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് മുസ്ലിം ലീഗ് പാർട്ടിയിൽ ആശയക്കുഴപ്പമുണ്ടാക്കുന്ന നാസർ ഫൈസി എന്ന ആള്, അദ്ദേഹം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾക്ക്, അദ്ദേഹം ഉണ്ടാക്കുന്ന വിഷയങ്ങൾക്കുള്ള ഒരു തിരിച്ചടി, പാർട്ടിക്കെതിരെ മുസ്ലിം ലീഗ് പാർട്ടിക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിന്റെ മൂവ്മെന്റിനെതിരായിട്ടുള്ള ഒരു തിരിച്ചടി കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എനിക്കുണ്ടായിട്ടുള്ള വമ്പിച്ച വിജയമെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാനും. കൂടത്തായിലെ മിക്കവാറും വോട്ടർമാരും അത് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ പിന്നിൽ ഒരുപാട് ചരിത്രമുണ്ട്. 2010 നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരു വനിതാ സ്ഥാനാർത്ഥി മുസ്ലിം വനിതാ ലീഗിന്റെ ഒരു വാർഡ് പ്രസിഡന്റിനെ LDFുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് 200 വോട്ടുകൾ ഞാൻ നിങ്ങൾക്ക് വാങ്ങിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ആ സ്ത്രീയെ ഒരു വിമത സ്ഥാനാർത്ഥിയായി അദ്ദേഹം LDFന് 200 വോട്ടുകൾ എന്റെ പ്രസ്ഥാനത്തിന്റെ വകയായിട്ട് ഞാൻ വാങ്ങിത്തരാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം സമ്മർദ്ദം ചെലുത്തി നിർത്തേണ്ടായി. ഔദ്യോഗിക സ്ഥാനാർത്ഥിയായിരുന്നത് അന്നത്തെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി ഞങ്ങൾ മത്സരിപ്പിച്ചിരുന്ന KM കോമളവല്ലി എന്ന സ്ത്രീ, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട കോമളവല്ലി എന്ന സ്ത്രീയെ ഞങ്ങൾ വനിതാ സംവരണ എന്ന നിലയിലുള്ള ഞങ്ങൾ സീറ്റിൽ മത്സരിപ്പിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ചതായിരുന്നു. ആ സമയത്താണ് മുസ്ലിം ലീഗ് വിരുദ്ധ വികാരമുണ്ടാക്കിക്കൊണ്ട് അദ്ദേഹം വാർഡിലെ വനിതാ ലീഗിന്റെ പ്രസിഡന്റായിരുന്ന സഫിയ എന്ന സ്ഥാനാർത്ഥിയെ പ്രലോഭിപ്പിച്ചുകൊണ്ട് CPMുമായിട്ടൊരു ധാരണ ഉണ്ടാക്കി 200 വോട്ടുകളോളം അദ്ദേഹം ശേഖരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു അവരെ നിർത്തി വ്യാമോഹിപ്പിച്ചു. പ്രവർത്തിച്ചത് ഇടതിനോട് ഓഫർ കൊടുക്കുക ചെയ്ത് ഇടതിനെ വിജയിപ്പിക്കാമെന്നും ഇന്ന സ്ഥാനാർത്ഥിയെ നിങ്ങൾ നിർത്തുകയാണെങ്കിൽ 2010 ഈ സ്ഥാനാർത്ഥിയെ സഫിയ എന്ന് പറയും. അവര് വനിതാ ലീഗിന്റെ വാർഡ് കമ്മിറ്റിയുടെ പ്രസിഡന്റാണ്, സജീവ മുസ്ലിം ലീഗ് പ്രവർത്തകയും കൂടിയാണ്. അപ്പൊ അവരെ നിങ്ങൾ നിർത്തിക്കോ, കോമളവല്ലി ഒരു പട്ടികജാതി വർഗത്തിൽപ്പെട്ട ആളാണ്, ഇവിടെ വോട്ട് കിട്ടാൻ സാധ്യതയില്ല. അവിടെ ഒരു വനിതാ റിസർവേഷൻ സീറ്റായിരുന്നു, SC റിസർവേഷൻ അല്ല. പക്ഷെ ഞങ്ങൾ കോമളവല്ലിയെ നിർത്തിയത് പ്രസിഡന്റ് സ്ഥാനം SC റിസർവേഷൻ ആയിരുന്നു. അപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിപ്പിച്ച് പ്രസിഡന്റ് വാർഡിന് പ്രാതിനിധ്യം ഉണ്ടാക്കാവുന്ന നിലയിലാണ് അവിടുത്തെ പഞ്ചായത്ത് കമ്മിറ്റിയും അതോടൊപ്പം വാർഡ് കമ്മിറ്റിയും ചേർന്ന് കോമളവല്ലിയെ മത്സരിപ്പിച്ചത്. അതിനെതിരായിട്ടാണ് ഇദ്ദേഹം വാർഡ് മുസ്ലിം ലീഗ് വനിതാ ലീഗിന്റെ പ്രസിഡന്റിനെ പ്രലോഭിപ്പിച്ചുകൊണ്ട് CPMുമായിട്ട് ഒരു കരാറുണ്ടാക്കി അവരെ മത്സരിപ്പിക്കുന്നത്. ആ മത്സരത്തിൽ ദയനീയമായിട്ട് അവർ പരാജയപ്പെടുകയുണ്ടായി. കോമളവല്ലി നല്ല ഭൂരിപക്ഷത്തിന് ജയിക്കുകയുണ്ടായെങ്കിലും ജയിപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് ജനം മുസ്ലിം ലീഗിന്റെ ആളുകളൊന്നും ഉൾക്കൊണ്ടിട്ടില്ല. അങ്ങനെ ജയിച്ചെങ്കിലും കുറഞ്ഞ വോട്ടുകൾ, അദ്ദേഹത്തിന്റെ വീടിനും പരിസരത്തുള്ള കുറഞ്ഞ വോട്ടുകൾ അവർക്ക് മാറിപ്പോയിട്ടുണ്ട്. എങ്കിലും നല്ല ഭൂരിപക്ഷത്തിന് അവർ വിജയിച്ചു. ഇപ്പോൾ ഈ സമയത്ത് 2015 താങ്കൾ മുസ്ലിം ലീഗിന്റെ ഒരുപാട് നേതൃത്വത്തിൽ ഒരുപാട് കാലം പ്രവർത്തിക്കുകയും ഒരുപാട് കാലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് പ്രവർത്തിക്കുകയും ചെയ്ത ഒരാളാണ് താങ്കൾ. ഈ ഇലക്ഷൻ വരുമ്പം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത് വരെ താങ്കൾ ലീഗിൽ തന്നെയായിരുന്നു പ്രവർത്തിച്ചത്. ഇപ്പോഴുണ്ടായ ഒരു സംഭവവികാസങ്ങളൊക്കെ കാരണം എന്താണ്? കാരണം വാർഡിൽ നിന്ന് എന്റെ പേര് കൂടി നിർദ്ദേശിക്കപ്പെട്ടു. വാർഡ് ജനറൽ സെക്രട്ടറി അസീസിന്റെ പേരും അതോടൊപ്പം വാർഡ് ജനറൽ ബോഡി വിളിച്ച സമയത്ത് എന്റെ പേര് നിർദ്ദേശിക്കപ്പെട്ടു. ഈ 2 പേരുകൾ നിർദ്ദേശിക്കപ്പെട്ടാൽ മേൽക്കമ്മിറ്റി തീരുമാനമെടുക്കണമെന്നാണ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം. അവിടെ വെച്ച് ഹിതപരിശോധന നടത്തി സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കരുത്. തർക്കം വന്നാൽ അത് മേൽക്കമ്മിറ്റിക്ക്, പഞ്ചായത്ത് കമ്മിറ്റി അതോടൊപ്പം മണ്ഡലം കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി എന്ന നിലയിൽ പാർലമെന്ററി ബോർഡുകളുണ്ട്. ഈ ബോർഡുകളിൽ വെച്ച് തീരുമാനിക്കാമെന്നാണ് പാർട്ടിയുടെ നിർദ്ദേശം. അതിനനുസരിച്ചാണ് 2 പേര് വന്നപ്പോൾ മേൽക്കമ്മിറ്റിക്ക് വിട്ടത്, പാർലമെന്ററി ബോർഡുകൾക്ക് വിട്ടത്. മണ്ഡലം പാർലമെന്ററി ബോർഡ് കമ്മിറ്റിയിലെ ആളുകൾ, അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട അംഗങ്ങൾ വാർഡ് തലത്തിലുള്ള എല്ലാ അന്വേഷണങ്ങളും നടത്തി എനിക്ക് അനുകൂലമായ റിപ്പോർട്ട് സമർപ്പിക്കുകയുണ്ടായി. ഈ റിപ്പോർട്ട് എനിക്ക് അനുകൂലമാണ് എന്ന് കണ്ടപ്പോൾ മണ്ഡലം ജനറൽ സെക്രട്ടറിയെ നാസർ ഫൈസി സമീപിക്കുകയുണ്ടായി. അതിന് പ്രകടമായ തെളിവുണ്ട്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ കാരാട്ട് റസാഖ് സാഹിബ്. അദ്ദേഹം ബ്ലോക്കിലെ ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് നാസർ ഫൈസി അദ്ദേഹത്തെ ചെന്ന് കാണുന്നത്. എന്നിട്ട് പറയുന്നത്, നിങ്ങളെ അന്വേഷിച്ചത് ശരിയായില്ല, മറ്റൊരു ബോഡി
അതായത് അദ്ദേഹത്തിന്റെ ഉദ്ദേശം ഏത് ബോഡിയിലാണോ എനിക്ക് ഭൂരിപക്ഷമില്ലാത്തത് ആ ബോഡി വിളിച്ചു ചേർത്തുകൊണ്ട് എനിക്ക് കിട്ടാതിരിക്കാൻ ഏത് സമിതി വിളിക്കണമോ താങ്കൾക്ക് അതെ എനിക്ക് ആനുകൂല്യം കിട്ടാതിരിക്കാൻ ഭൂരിപക്ഷം കിട്ടാതിരിക്കാൻ ഏത് സമിതി വിളിക്കണമോ ആ സമിതി വിളിച്ചു ചേർക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തോട് നിർദ്ദേശിച്ച് അങ്ങനെ ആ സമിതിയാണ് വിളിക്കേണ്ടത്. ആ സമിതി എന്ന് പറയുന്നത് തികച്ചും ഔദ്യോഗികമല്ല. അതായത് മെമ്പർഷിപ്പ് സമയത്ത് ഉണ്ടായിരുന്ന ഒരു 25 അംഗങ്ങളുടെ സമിതിയിൽ ഒഴിവന്ന സ്ഥാനങ്ങളിലേക്ക് പാർട്ടി അറിയാതെ പാർട്ടിയുടെ കമ്മിറ്റിയുടെ തീരുമാനമില്ലാതെ പാർട്ടി ഭാരവാഹിയായ അസീസ് എഴുതി ചേർത്ത കുറെ ആളുകളാണ്. അപ്പോൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഈ ആളുകളെ ഈ കമ്മിറ്റി അംഗങ്ങളെ എനിക്കെതിരെ ഉപയോഗിക്കണമെന്ന് നേരത്തെ മനസ്സിലാക്കിക്കൊണ്ട് എഴുതി ചേർത്ത കുറെ ആളുകൾ അടങ്ങുന്നൊരു കമ്മിറ്റിയാണിത്. ആ കമ്മിറ്റിയിൽ എനിക്ക് ഭൂരിപക്ഷമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അദ്ദേഹം ശ്രീ കാരാ റസാഖിനോട് ഈ വിവരം പറയുകയും ആ കമ്മിറ്റി വിളിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും ചെയ്തത്. ആ കമ്മിറ്റി വിളിച്ചു ചേർക്കാൻ വേണ്ടി നേരത്തെ തീരുമാനിച്ചതിൽ നിന്നും വ്യത്യസ്തമായി ആ കമ്മിറ്റി വിളിച്ചു ചേർക്കാൻ വേണ്ടി ഞങ്ങളോട് കാരാ റസാഖ് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ആ കമ്മിറ്റി വിളിച്ചു ചേർത്താൻ ഞങ്ങൾ അതിനോട് യോജിക്കുകയില്ല, ആ തീരുമാനം നിങ്ങൾ മാറ്റണം. നേരത്തെ എടുത്ത പഞ്ചായത്ത് മണ്ഡലം കമ്മിറ്റി എടുത്തൊരു തീരുമാനപ്രകാരമുള്ള അന്വേഷണവും അതിന്റെ റിപ്പോർട്ടും ഒക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു തീരുമാനമെടുക്കുകയാണെങ്കിൽ ഞങ്ങൾ യോജിക്കാൻ പറഞ്ഞ എന്നോട് ഞങ്ങൾക്ക് വിയോജിപ്പാന്ന് പറയുകയും ആ കമ്മിറ്റി വിളിച്ചപ്പോൾ അവരെ അനുകൂലിക്കുന്ന ആളുകൾ അവിടെ ചെന്ന് ഒരു തീരുമാനം എനിക്കെതിരെ തീരുമാനമെടുത്ത് അസീസിനെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കാനുണ്ടായത്. ഇതിന്റെ പിന്നിലൊക്കെ പ്രവർത്തിച്ചത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ വോയിസ് മെസ്സേജ് നാസർ ഫൈസി ഇദ്ദേഹത്തിന്റെ ഒരു വോയിസ് മെസ്സേജ് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് എന്റെ ഫോണിലില്ല, കൂടത്തായിലെ പലരുടെയും ഫോണിൽ ഇപ്പോൾ അദ്ദേഹം പറയുന്നത് കൂടത്തായില് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച് രൂക്ഷമായ പ്രശ്നം നിലനിൽക്കുകയാണ്. ഇത് രാഷ്ട്രീയമായിട്ട് മുസ്ലിം ലീഗിനെ ബാധിക്കും. അതുകൊണ്ട് നേരത്തെ തീരുമാനിച്ചതിന് വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും എല്ലാവർക്കും കൂടി സമ്മതമായ ഒരു യോഗം ഒരു കമ്മിറ്റി വിളിച്ചു ചേർത്തുകൊണ്ട് അതിൽ ഹിതപരിശോധന നടത്തി സ്ഥാനാർത്ഥിയെ നിർണയിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹത്തിന്റെ മാത്രം അഭിപ്രായമാണ്. അദ്ദേഹവും വാർഡ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറിയും കൂടി ആലോചിച്ചെടുത്തൊരു തീരുമാനമാണ്. അദ്ദേഹത്തിന് മുസ്ലിം ലീഗിൽ എന്ത് സ്ഥാനമായിരുന്നു? മുസ്ലിം ലീഗിൽ ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 2010 തന്നെ നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മുസ്ലിം ലീഗിനെതിരായിട്ട് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തി എന്ന കാരണത്താലും മുസ്ലിം ലീഗിന്റെ വോട്ടുകൾ മുസ്ലിം ലീഗിന്റെ ആളുകളോട് വോട്ടുകൾ ഭിന്നിപ്പിച്ചു എന്ന നിലയിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ പിതാവിനെ അടക്കമുള്ള ആളുകളെയും പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ്. സസ്പെൻഡ് ചെയ്ത സമയത്ത് ഞാൻ ലീഗിൽ മെമ്പറല്ല, അതുകൊണ്ട് എന്നെ എന്തിനാണ് സസ്പെൻഡ് ചെയ്യുന്നത് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പിതാവിനെയും മറ്റു ആളുകളെയും ഒക്കെ സസ്പെൻഡ് ചെയ്യുകയും അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ ബഹുമാന്യനായ പാണക്കാട് തങ്ങൾക്ക് വിടുകയുണ്ടായത്. അതിന്റെ മുകളിലൊന്നും തീരുമാനം ഉണ്ടായിട്ടില്ല. അദ്ദേഹം പത്രസമ്മേളനം നടത്തി പറഞ്ഞത് ഞാൻ മുസ്ലിം ലീഗിൽ അംഗമല്ല, ഞാൻ മുസ്ലിം ലീഗ് അല്ല, അതുകൊണ്ട് എന്നെ സസ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് അദ്ദേഹം പരസ്യമായിട്ട് പറയുണ്ടായി. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ സസ്പെൻഷൻ കാര്യം തങ്ങൾക്ക് വിടുകയും അദ്ദേഹത്തിന്റെ പിതാവിനെയും മറ്റു ആളുകളുടെയും ഒക്കെ സസ്പെൻഷൻ നിലനിൽക്കുകയും ചെയ്തുകൊണ്ട് ഏറ്റവും അടുത്ത കാലത്താണ് അവരെ പാർട്ടിയിൽ തിരിച്ചെടുത്തത്. വാർഡ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ഈ അടുത്ത കാലത്താണ് അദ്ദേഹത്തിന്റെ പിതാവിനെയൊക്കെ പാർട്ടിയിൽ തിരിച്ചെടുത്തത്. അപ്പോൾ എക്കാലത്തും തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കൂടത്തായിൽ ഒരു അഭിപ്രായം മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള ഒരു സമീപനമാണ് അദ്ദേഹം ഉണ്ടാക്കിയത്. ഇപ്പൊ തന്നെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് രണ്ടായി കഴിഞ്ഞു കൂടത്തായിൽ. ഞാൻ മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗിലെ ഒരുപാട് ആളുകളെ വോട്ടുകൾ കൂടി ലഭിച്ചാണ് ഞാൻ ജയിച്ചിട്ടുള്ളതെന്നാണ്. പിന്നെ നിഷ്പക്ഷമായ വോട്ടുകളും കാര്യങ്ങൾ അറിയുന്ന ആളുകളുടെ ഒരുപാട് വോട്ടുകളും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. പ്രതീക്ഷയിൽ എത്രയോ അധികം വോട്ടുകൾ, അതായത് 542 വോട്ടാണ് ഇപ്പോൾ UDF എന്ന നിലയിൽ അവിടെ ഭൂരിപക്ഷമുള്ളത്. മെജോറിറ്റി 542 വോട്ടിന്റെ ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷം മറികടന്നിട്ടാണ് 155 വോട്ടിന് ഞാൻ ജയിക്കുന്നത്. തീർച്ചയായും ലീഗുകാരുടെ ഞാൻ മനസ്സിലാക്കുന്നത് കാര്യങ്ങൾ ബോധ്യമുള്ള നിഷ്പക്ഷരായ നല്ലവരായ സന്മനസ്സുള്ള SSF പ്രവർത്തകരുടെ അഥവാ AP വിഭാഗത്തിന്റെ വോട്ട് കിട്ടിയിട്ടുണ്ട്. SSF പ്രത്യേകമായിട്ട് യോഗം ചേർന്ന് എന്നെ ആ യോഗത്തിലേക്ക് വിളിച്ച് എനിക്ക് സപ്പോർട്ട് തന്നതാണ്. അവർ പ്രത്യേകമായി പൂർണ്ണമായ പിന്തുണ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ ആരുടെ പിന്തുണയും നേടാമെന്ന് വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ് ഞാൻ. അതിൽ പ്രത്യേകിച്ച് വിഭാഗത്തിന്റെ പ്രശ്നമൊന്നുമില്ല. അപ്പൊ ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്തൊക്കെ പാർട്ടിയിൽ മുസ്ലിം ലീഗിൽ അങ്കലാപ്പ് ഉണ്ടാക്കുവാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനും. ഇപ്പൊ കൂടത്തായിൽ മുസ്ലിം ലീഗിനെ കൃത്യമായിട്ട് അയാൾ പിളർത്തി. നാസർ ഫൈസിയാണ് അതിന്റെ പ്രധാന കണ്ണി. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാന വിഷയം SKSSFന്റെ പ്രവർത്തകർ എന്റെ കുടുംബത്തിനെതിരെ, എന്റെ
ജ്യേഷ്ഠൻ, അതായത് എന്റെ മൂത്താപ്പയുടെ മകൻ PP സയ്യിദ് സാഹിബ് 25 വർഷം തുടർച്ചയായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആളാണ്. അദ്ദേഹവും എന്നെ അടങ്ങുന്ന കുടുംബത്തിനെതിരായിട്ട് ഒരുപാട് സോഷ്യൽ മീഡിയയിലൂടെ ഒരുപാട് ജന്മിത്തം അവസാനിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ അപഖ്യാതി ഉണ്ടാക്കുന്ന രീതിയിലുള്ള മെസ്സേജുകൾ വിട്ടുകൊണ്ടിരുന്നു. അത് SKSSFന്റെ പ്രവർത്തകരാണ്, അവരുടെ അഡ്രസ്സിലാണ് മുഴുവൻ മെസ്സേജും വന്നിട്ടുള്ളത്. അത് അദ്ദേഹത്തോട് ഞാൻ പറയുകയുണ്ടായി. ഈ നാസർ ഫൈസിയുടെ നേതൃത്വത്തിൽ SKSSFന്റെ പ്രവർത്തകരും താങ്കൾക്കെതിരായി പ്രവർത്തിക്കാനായിട്ടുണ്ട്. അത് പ്രകടമായ തെളിവുണ്ട്. അതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ മെസ്സേജ്. ഇന്നും ഫോണുകളിലൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ പ്രൂഫായിട്ട് കൊടുക്കുന്നതിനൊന്നും പ്രയാസമൊന്നുമില്ല. എന്റെ കുടുംബത്തിനെതിരായിട്ട് ജന്മിത്തം അവസാനിപ്പിക്കണം, ജന്മികളുടെ കയ്യിലേക്ക് എന്നെ അധികാരം കൊടുക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വളരെ മോശമായ രീതിയിലുള്ള ഓരോ സ്റ്റേറ്റ്മെന്റുകളാണ് ഫോണിലൂടെ അവർ മെസ്സേജായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ എക്കാലത്തും പാർട്ടിക്കെതിരായിട്ടാണ്, തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കൊടുത്താൽ പാർട്ടിക്കെതിരായിട്ടുള്ള ഒരു മൂവ്മെന്റിന് നേതൃത്വം കൊടുക്കുന്ന ആളാണ്. തന്നെയല്ല, ഈ അസീസിനെ നാസർ ഫൈസിയുടെ സ്പോൺസർഷിപ്പിലാണ് അസീസ് വന്നിട്ടുള്ളത് എന്നുള്ള ധാരണ പൊതുവെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട്. അത് എന്നെ ഏറെ സഹായിച്ചിട്ടുണ്ട്. എനിക്ക് വോട്ട് ലഭിക്കുന്ന കാര്യത്തിൽ ഏറെ സഹായിച്ചിട്ടുണ്ട്. തങ്ങൾ അദ്ദേഹത്തെ ആശീർവദിക്കുന്ന ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട്. അത് അവരവിടെ പോയിട്ട് ചെയ്തതാണ്. അത് ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് വോട്ട് ലഭിക്കാനുള്ള ഒരു മീഡിയ ആയിട്ടാണ് അത് ഉപയോഗിച്ചിട്ടുള്ളത്. ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥിയെ ഹൈദരലി തങ്ങൾ നിയമിക്കുമ്പോൾ ലീഗിന്റെ ഹൈപ്പവർ ഇടപെട്ടിട്ടുള്ള ഒരു നീക്കമല്ലേ നടന്നിട്ടുണ്ടാവും? തീർച്ചയായിട്ടും അങ്ങനെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് കൂടുതൽ നാസർ ഫൈസിയുടെ ഇടപെടൽ മൂലമാണോ? നാസർ ഫൈസിയുടെ ഇടപെടൽ എന്നുള്ള ഉത്തമ വിശ്വാസമുള്ള ആളാണ് ഞാൻ. നാസർ ഫൈസിയാണ് ഈ സ്ഥാനാർത്ഥിയുടെ ഇപ്പൊ ഈ സ്ഥാനാർത്ഥി തർക്കം വന്നപ്പോൾ സ്ഥാനാർത്ഥിയായിട്ട് അസീസിനെ പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് സമ്മർദ്ദം ചെലുത്തിയ തെളിവുണ്ടല്ലോ ഞാൻ നേരത്തെ പറഞ്ഞു. ഇത്രയും പ്രശ്നങ്ങൾ സൃഷ്ടിച്ച ഒരാളെ, ഇത്രയും ലീഗിനെ പിളർപ്പിന്റെ വക്കിലേക്ക് വരെ എത്തിച്ച ഒരാളെ, അഥവാ നാസർ ഫൈസിയെ, എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ മുസ്ലിം ലീഗ് നടപടിയെടുക്കുന്നില്ല? മുസ്ലിം ലീഗ് നടപടിയെടുക്കാൻ ഒരു ചാൻസും ഞാൻ കാണുന്നില്ല. കാരണം അദ്ദേഹം ഒരു വോട്ട് ബാങ്കിന്റെ ഉടമസ്ഥൻ എന്നുള്ള ഒരു ധാരണ പൊതുവിലുണ്ട്. നേതാക്കൾക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഒരു വസ്തുത. പക്ഷേ ഇപ്പോൾ അത് നേരെ തിരിച്ചു ചിന്തിക്കേണ്ട ഒരു സമയത്തിരിക്കുകയാണ്. പ്രകടമായ തെളിവാണ് കൂടത്തായിൽ പാണക്കാട്ട് തങ്ങളെ കൊണ്ടുവന്നാണ് ഒരു കുടുംബയോഗം നടത്തിയത്. ഇത്ര ഗൗരവതരമായിട്ട് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല. കാരണം ഞാൻ മുസ്ലിം ലീഗ് ഈ ഇലക്ഷൻ സമയത്ത് തങ്ങളെ കൊണ്ടുവന്നിട്ട് ഒരു മേഖലയിൽ, ഒരു പൂവോട് മേഖലയിൽ പ്രത്യേകമായിട്ടൊരു കുടുംബയോഗം വിളിച്ചിട്ടാണ് അവിടുന്ന് തങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത്. പക്ഷെ ആ മേഖലയിൽ നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളൊരു വസ്തുത. അതായത് അവിടെ പോൾ ചെയ്ത 706 വോട്ടിൽ 438 വോട്ടും എന്റെ നേർക്കാ വീണത്. അവിടുന്ന് 175 വോട്ട് ആ ബൂത്തിൽ എനിക്ക് ലീഡാ. അതോടൊപ്പം ഈ സ്ഥാനാർത്ഥിയുള്ള രണ്ടാം ബൂത്തിൽ ഞാനും സ്ഥാനാർത്ഥിയും തമ്മിലുള്ള എതിർ സ്ഥാനാർത്ഥിയും തമ്മിലുള്ള വ്യത്യാസം വെറും 20 മാത്രമേ ഉള്ളൂ. അങ്ങനെ 155 വോട്ടിനാണ് ഞാൻ അവിടെ ജയിച്ചിരുന്നത്. ഈ പാണക്കാട് തങ്ങന്മാരെ കൊണ്ടുവന്ന് യോഗങ്ങൾ നടത്തിയിട്ടും നാസർ ഫൈസിയുടെ സ്ഥാനാർത്ഥിക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ ജനങ്ങൾ പ്രബുദ്ധരാണ് രാഷ്ട്രീയമായിട്ടുള്ള പ്രകടമായ തെളിവാണത്. രാഷ്ട്രീയമായിട്ട് ജനങ്ങൾ പ്രബുദ്ധരാണ് എന്നുള്ള പ്രകടമായ തെളിവാണത്. എന്താണ് പ്രേക്ഷകരോടായിട്ട് പറയാനുള്ളത്? പ്രേക്ഷകരോടായിട്ട് എനിക്ക് പറയാനുള്ളത്, രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ തന്നെ മുന്നോട്ട് പോകണം. അതിൽ മറ്റൊരു സ്വാധീനം ഉണ്ടാകാൻ പാടില്ല. അതല്ലെങ്കിൽ മതകാര്യങ്ങളിലുള്ള നേതാക്കളും മറ്റു കാര്യങ്ങളുമൊക്കെ സജീവ രാഷ്ട്രീയത്തിൽ, അതായത് ഏത് പാർട്ടിയിലാണോ അവർ ഉൾപ്പെടുന്നത് ആ പാർട്ടിക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചാൽ അതിന്റെ റിസൾട്ട് ഇതായിരിക്കും എന്നുള്ള ഒരു സന്ദേശമാണ് എനിക്ക് ഞങ്ങളോട് പറയാനുള്ളത്. നന്ദി. KMIC ന്യൂസിൽ പങ്കെടുത്തതിന് വളരെ നന്ദി അറിയിക്കും. വർഷങ്ങളായി മുസ്ലിം ലീഗിനെതിരെ പ്രവർത്തിക്കുന്ന ഫൈസിക്കെതിരെ നേതൃത്വം നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ടു നീങ്ങാനാണ് അണികളുടെ തീരുമാനം എന്നറിയുന്നു. അതിനിടെ കൂടത്തായിൽ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുപ്പിനു മുമ്പ് ഹൈദരലി തങ്ങൾ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന ചിത്രവും സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. നാസർ ഫൈസിയാണ് ചിത്രം തന്റെ ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ചെയ്തിരുന്നത്. പാണക്കാട് തങ്ങൾ അനുഗ്രഹിച്ച സ്ഥാനാർത്ഥി തോറ്റു എന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. ഇത് ലീഗ് നേതൃത്വത്തെ ചൊടിപ്പിച്ചിട്ടുണ്ട്. പാണക്കാട് തങ്ങളെ മോശമായി ചിത്രീകരിക്കാൻ നാസർ ഫൈസി മനഃപൂർവ്വം പോസ്റ്റ് ചെയ്തതായാണ് ലീഗ് അണികളിൽ ഉയരുന്ന ആക്ഷേപം. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ധനമന്ത്രി KM മാണിക്ക് ബാർ കോഴക്കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് ശക്തമായ തിരിച്ചടി. ഹൈക്കമാൻഡിൽ നിന്ന് സമ്മർദ്ദം. മാണിയുടെ രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെടും. നാളെ രാജി.
നരേന്ദ്രമോദിക്ക് തന്ത്രമൊരുക്കിയ ആൾ ബീഹാറിൽ മഹാസഖ്യത്തിന്റെ വിജയശില്പി. ബീഹാറിൽ പൊളിഞ്ഞത് മോദി അമിത്ഷാ ദ്വന്ദ്വം. ബീഹാർ ബിജെപിയിൽ പൊട്ടിത്തെറി. മോദിയുടെ അഹങ്കാരത്തിന് തിരിച്ചടിയെന്നും നിതീഷ് രാഷ്ട്രീയ നായകനെന്നും ശിവസേന. ബീഹാർ ഫലത്തിനു പിന്നാലെ ഓഹരി വിപണിയിൽ വൻ തകർച്ച. ഇതോടെ KMIC ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. അടുത്ത ന്യൂസ് ബുള്ളറ്റിൻ സൗദി സമയം രാത്രി 10:30, തുടർന്ന് നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം 7 മണിക്ക്. ന്യൂസുകൾ അയക്കേണ്ട വിലാസം KMIC News Time @gmail.com. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.